അവസാനിക്കും. ഇപ്പോൾ LDF സ്ഥാനാർത്ഥി M. സ്വരാജ് അവരുടെ പ്രവർത്തകരെ അവരുടെ ഭാഗത്ത് അഭിസംബോധന ചെയ്യുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. അപ്പുറത്ത് ഇതേപോലെ ആര്യാടൻ ഷൗക്കത്തും അതേപോലെ NDA സ്ഥാനാർത്ഥിയും SDPI സ്ഥാനാർത്ഥിയും ഒക്കെ തന്നെ അവരുടെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. 21 നാൾ നീണ്ടുനിന്ന പ്രചാരണമായിരുന്നു നടന്നത്. മുഴുവൻ മുന്നണികളും എല്ലാ ശക്തിയും പുറത്തെടുത്ത് മുഴുവൻ ബലവും പുറത്തെടുത്ത് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇവിടെ നടത്തുകയുണ്ടായി. ഇരു മുന്നണികൾക്കും LDF UDF-ഉം അതുപോലെ അൻവർ ഫാക്ടർ എല്ലാവരും ചർച്ച ചെയ്ത് അൻവർ ഫാക്ടറിനെ തന്നെയാണ്. ഇരു മുന്നണികൾക്കും ലഭിച്ച പിന്തുണകളെ ചൊല്ലിയുള്ള തർക്കമുണ്ടായി. ഇടത് മുന്നണിക്ക് കിട്ടിയ പിന്തുണ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ UDF-ന് കിട്ടിയതിനെ സംബന്ധിച്ചും ഇടത് മുന്നണിക്ക് PDP-യുടെ പിന്തുണ കിട്ടിയതിനെ സംബന്ധിച്ചും തർക്കമുണ്ടായി. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ ഒരു അപകടത്തിൽപ്പെട്ട് ഒരു കുട്ടിയുടെ ഒരു 10 വയസ്സുകാരൻ അനന്തുവിൻ്റെ മരണം സംഭവിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയായിരുന്നു. അതിനു മുമ്പ് ക്ഷേമ പെൻഷനായിരുന്നു ഒരുപക്ഷെ ആദ്യം ഇവിടെ ചർച്ചയായത്. അതിനു മുമ്പ് അൻവറിൻ്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പ്. ഇന്റർനാഷണൽ അന്തർദേശീയ വിഷയങ്ങളടക്കം ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പ്. ഇനി 53 ഇപ്പോൾ 5:53 ആയിരിക്കുന്നു. ഇനി വെറും 7 മിനിറ്റാണ് ശേഷിക്കുന്നത്. അതിതീവ്ര പ്രചാരണത്തിന് നിലമ്പൂരിൽ ഇപ്പോൾ കൊട്ടിക്കലാശമാവുകയാണ്. നാളെ മണ്ഡലത്തിലെ അടിയൊഴുക്കുകൾ ഉറപ്പിക്കുന്നതിൻ്റെയും കൂട്ടിക്കിഴിക്കലിൻ്റെയും ഒക്കെ ദിവസമാണ്. വ്യാഴാഴ്ച, അതായത് അതിനടുത്ത ദിവസം നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് പോകും. 23-നാണ് വോട്ടെണ്ണൽ നടക്കുക. ആ ദിവസം വരെ ഈ ചർച്ചകളൊക്കെയും നിലനിൽക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനും അതേപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുമ്പ് നടക്കുന്ന ഒരു ഡ്രസ് റിഹേഴ്സൽ എന്ന തരത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഇതിൻ്റെ ഫലം എന്തായാലും ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഫലം തന്നെയാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. PV അൻവർ നേടുന്ന വോട്ടുകൾ എത്രയാണ് എന്നതിനെ ചുറ്റിപ്പറ്റിയാകും ഒരുപക്ഷെ ഈ ചർച്ച മുഴുവൻ പുരോഗമിക്കുക. ഇനിയുള്ള മണിക്കൂറുകളിൽ ഒരുപക്ഷെ ഈ PV അൻവർ ആത്മവിശ്വാസം കൊള്ളുന്നത് അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ്. 75,000-ഓളം വോട്ടുകൾ അദ്ദേഹം നേടുമെന്നും അതിന് പിന്നാലെ ആര്യാടൻ ഷൗക്കത്ത് എത്തുമെന്നും സ്വരാജിൻ്റെ വോട്ട് വളരെ താഴെ പോകുമെന്നും അദ്ദേഹം പറയുന്നു. പക്ഷേ ഒരു 20,000 വോട്ടെങ്കിലും PV അൻവറിന് നേടാനായാൽ ഈ ബലം അത് ആരുടെ വോട്ടാണ് പിടിച്ചു മാറ്റുക എന്നതനുസരിച്ചായിരിക്കും ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നിർണ്ണയിക്കുക. ഇപ്പോൾ അവസാന നിമിഷം എല്ലാ സ്ഥാനാർത്ഥികളും ഇനി കേവലം 5 മിനിറ്റ് കൂടി മാത്രമാണ് ഈ പരസ്യ പ്രചാരണം അവസാനിക്കാൻ ബാക്കിയുള്ളത്. എല്ലാ സ്ഥാനാർത്ഥികളും അവരവരുടെ ഭാഗത്ത് അവരവർക്ക് കൊട്ടിക്കലാശം നടത്താൻ വേർതിരിച്ച് ബാരിക്കേഡ് കെട്ടി തിരിച്ചു കൊടുത്തിട്ടുള്ള ഭാഗത്ത് ഇപ്പോൾ അവരവരുടെ സ്ഥാനാർത്ഥികൾ ഇടത് വലത് SDPIയുടെ പ്രചാരണം നടക്കുന്ന മറ്റൊരു ഭാഗത്താണ് കൊട്ടിക്കലാശം നടക്കുന്നത്. പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയാണ്. 4 മിനിറ്റുകൾ കൂടി കഴിയുമ്പോൾ 21 ദിവസം നീണ്ടുനിന്ന ഈ വലിയ പ്രചാരണം, സകല വിഷയങ്ങളെ സ്പർശിച്ച ഈ പ്രചാരണം അവസാനിക്കാൻ പോകുന്നു. ഇനി എന്താണ് അടുത്ത മണിക്കൂറുകളിൽ നിലമ്പൂരിൽ സംഭവിക്കാൻ പോകുന്നത്? പ്രസാദ്, ഇനി 4 മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. പറഞ്ഞതുപോലെ തന്നെ മുഴുവൻ വിഷയങ്ങളും ചർച്ച ചെയ്ത ഒരു മണ്ഡലത്തിലെ ഒരു തെരഞ്ഞെടുപ്പ്, അതിൽ പ്രാദേശിക വിഷയം മുതൽ അന്തർദേശീയ തലത്തിലെ മുഴുവൻ വിഷയവും ചർച്ച ചെയ്ത ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത്രയേറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് സമീപകാലത്ത് നടന്നിട്ടില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുന്നേ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വിജയിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും LDF-നെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും ഇവിടുത്തെ വിജയം, ആവേശം ഇപ്പോൾ വലിയ തോതിൽ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇതുവരെയുണ്ടായിരുന്ന, എപ്പോഴാണോ ഇത് തുടങ്ങിയത് അതേ സമയത്ത് അതേ ആവേശം അതേപോലെ മഴ പെയ്തു തോർന്നു, ഇടയ്ക്ക് മഴ പെയ്തു, പിന്നീട് തോർന്നു, പിന്നീടും മഴ പെയ്തു. പക്ഷെ ഒരു നിമിഷം പോലും ഇതിന്റെ ആവേശം ഒരു ഭാഗത്തും കുറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയില്ല. LDF-ന്റെ ഭാഗത്താണെങ്കിലും UDF-ന്റെ ഭാഗത്താണെങ്കിലും NDA-യുടെ ഭാഗത്താണെങ്കിലും ഒരു സ്ഥലത്ത് പോലും ആവേശം കുറഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. അത്രയേറെ വീറും വാശിയും നിലനിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. UDF-ന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്, LDF സ്ഥാനാർത്ഥി സ്വരാജ്, NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ്, അതോടൊപ്പം തന്നെ PV അൻവർ, ഇത്രയും പ്രധാനപ്പെട്ട 4 സ്ഥാനാർത്ഥികൾ നിൽക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ എന്താകും ഇതിന്റെ അവസാനം, ഇതിന്റെ വിജയമാർക്ക്, ഇതിലെ സസ്പെൻസ് എന്താണ് എന്നുള്ളതെല്ലാം തന്നെ
നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. രാവിലെ മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് ഓരോ മുന്നണിയിലെയും സ്ഥാനാർത്ഥികൾ അവരുടെ ഓരോ സ്ഥലങ്ങളിലെയും ആളുകളെ കാണുന്നു. അവസാനം റോഡ് ഷോയായി ഈ നിലമ്പൂർ ടൗണിലേക്ക്, ഈ നിലമ്പൂർ അങ്ങാടിയിലേക്ക് ഇവിടെ നിൽക്കാം. നമുക്ക് ആദ്യം ആ LDF, തൊട്ട് പിന്നിൽ BJP, NDA, അതിന്റെ തൊട്ട് പിന്നിലായി UDF, അങ്ങനെ 3 സ്ഥാനാർത്ഥികൾ നിരന്നു നിൽക്കുന്ന ഒരു കാഴ്ച. അവരുടെ പ്രവർത്തകരെ, അവരുടെ നേതാക്കളെ എല്ലാം അഭിവാദ്യം അർപ്പിക്കുന്നു. പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. അവർ തിരിച്ചഭിവാദ്യം ചെയ്യുന്നു, ആവേശം പങ്കിടുന്നു, സന്തോഷം പങ്കിടുന്നു. ഇതുവരെ നടത്തിയിട്ടുള്ള അവരുടെ പരസ്യ പ്രചരണത്തിൽ തൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനി ഏതാനും നിമിഷങ്ങൾക്കകം, ഏതാനും മിനിറ്റുകൾക്കകം അവർ മടങ്ങും, അവരുടെ ബൂത്തുകളിലേക്ക് മടങ്ങും. ബൂത്തുകളിൽ നാളെ ഒരു ദിവസം മാത്രമാണുള്ളത്. നിശബ്ദ പ്രചരണം, സ്ഥാനാർത്ഥി ഉൾപ്പെടെ നിശബ്ദ പ്രചരണത്തിലിറങ്ങും. പിന്നെ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് നിലമ്പൂർ പോകുമ്പോൾ നമ്മൾ കേരളത്തിന് കാണേണ്ടത്, കേരളത്തിൽ അറിയേണ്ടത് ആര് വിജയിക്കും, എന്തെല്ലാം സസ്പെൻസുകളാണ് ഉണ്ടായിരുന്നത്. ജനമനസ്സുകളിലെ മുഴുവൻ കാര്യങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് പോലെ, രാഷ്ട്രീയ പാർട്ടികൾ ആത്മവിശ്വാസം പറഞ്ഞതുപോലെ, രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വിജയ പ്രതീക്ഷ പങ്കുവെച്ചതുപോലെ തന്നെയാണോ ജനങ്ങളും കരുതി വെച്ചത്? ഏതെങ്കിലും തരത്തിലുള്ള ഒരു സസ്പെൻസ്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു സർപ്രൈസ് ഈ നിലമ്പൂർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടി നമുക്കറിയേണ്ടതുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, അത് പറയാം, LDF-ഉം UDF-ഉം ഒരുപക്ഷെ PV അൻവറിനെ അവരുടെ പ്രതികരണങ്ങളോട് പ്രതികരിക്കേണ്ടതില്ല എന്നാണ് നിലപാടെടുത്തെങ്കിൽ ഒരുപക്ഷെ നിലമ്പൂർ എന്താണ് കണ്ടിട്ടുള്ളത്, PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് സംഭവിക്കാൻ പോകുന്നതെല്ലാം രാഷ്ട്രീയ കേരളത്തിൽ അറിയേണ്ടതുണ്ട്. ഇനി 2 മിനിറ്റാണ്. 2 മിനിറ്റ്. കഴിഞ്ഞ 21 ദിവസമായി നിലമ്പൂർ മണ്ഡലത്തിന്റെ ഒരു നഗരസഭ ഉൾപ്പെടെയുള്ള 8 തദ്ദേശ സ്ഥാപനങ്ങളിൽ, 8 പഞ്ചായത്തുകളിൽ നടത്തിയിട്ടുള്ള പ്രചരണങ്ങളുടെ, പരസ്യ പ്രചരണങ്ങളുടെ സമാപനത്തിലേക്ക് ഈ പരസ്യ പ്രചരണം അവസാനിക്കാനിരിക്കുന്നു. ഇതുവരെ നടത്തിയിട്ടുള്ള പൊതുയോഗങ്ങൾ, ഇതുവരെ നടത്തിയിട്ടുള്ള പ്രചരണ രീതികൾ, അതെല്ലാം തൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനി കുറഞ്ഞ നിമിഷം മാത്രമേ ഉള്ളൂ. 1 മിനിറ്റാണ്. 1 മിനിറ്റ് മാത്രമാണ് ഇനിയുള്ളത്. സ്വരാജ് ആത്മവിശ്വാസത്തിലാണ്, UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ആത്മവിശ്വാസത്തിലാണ്, NDA അവരുടെ ശക്തി മെച്ചപ്പെടുത്തുമെന്ന് പറയുന്നു, PV അൻവർ ആത്മവിശ്വാസത്തിലാണ്. അങ്ങനെ രാഷ്ട്രീയ കേരളത്തിന് അറിയേണ്ടതുണ്ട്. കാരണം ഇവിടെ ജയിക്കുന്നത്, ഇവിടെ പരാജയപ്പെടുന്നത്, അതിനെല്ലാം പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ജയിക്കുന്നവർക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജമാണ്. പരാജയപ്പെടുന്നവർക്ക് ഒരുപാട് തിരിച്ചടികൾ ഉണ്ടാകും, ഒരുപാട് ചർച്ചകൾ ഉണ്ടാകും, ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ കാത്തിരിക്കാം. നമുക്ക് ഈ ഒരു നിലമ്പൂർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കേരളത്തിലെ സമീപകാലത്ത് നടന്നിട്ടുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടം നടന്നിട്ടുള്ള ഒരു ഭരണപക്ഷത്തെ MLA രാജിവെച്ച് അദ്ദേഹത്തിന് UDF-ൽ ചേരാൻ കഴിയാതെ അദ്ദേഹം കൂടി മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. സാധാരണഗതിയിൽ ഭരണപക്ഷത്തുള്ള ഒരാൾ രാജിവെച്ചാൽ അവിടെ പ്രതിപക്ഷത്തിലേക്ക് സ്വീകരണം കിട്ടാറുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കേരളത്തിന് അറിയേണ്ടതുണ്ട്, രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് അറിയേണ്ടതുണ്ട്. എന്താണ് ഇവിടെ പരസ്യ പ്രചരണം സമാപിച്ചിരിക്കുന്നു, എല്ലാം പരസ്യ പ്രചരണം അവസാനിച്ചിരിക്കുന്നു. ഇനി നിശബ്ദ പ്രചരണമാണ്. ഇനി ഒരു ദിവസം സ്ഥാനാർത്ഥിയും അവരുടെ പ്രവർത്തകരും അവരുടെ അവസാന വോട്ട് ഉറപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നാളെ ഉണ്ടാകും. അത് കഴിഞ്ഞ് നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്കാണ് കേരളത്തിന് അറിയേണ്ടത്. എന്താണ് ഇവിടുത്തെ സസ്പെൻസ് എന്നാണ്, എന്താണ് ഇവിടുത്തെ സർപ്രൈസ് എന്നാണ്, ആര് വിജയിക്കുമെന്നാണ്. നമുക്ക് കാത്തിരിക്കാം. എന്തായാലും പരസ്യ പ്രചാരണം അവസാനിച്ചിരിക്കുന്നു.